മനസ്സിലായോ? വാടാ ഇങ്ങോട്ട്. വാടാ. കൊണ്ടുപോലെ സാറേ, സുഖമില്ലാത്ത മനുഷ്യനാ. അയ്യോ ചേച്ചി, അച്ഛൻ. അയ്യോ എന്റെ ദൈവമേ, ദ്രോഹി. ആ മോളെ, വണ്ടി കിട്ടിയില്ലേ? ബാക്കി കാര്യങ്ങളൊക്കെ അവര് നോക്കിക്കോളും. മാമ, അച്ഛൻ അവരെ പിടിച്ചോണ്ട് പോയി. കള്ളന്മാരെ പിന്നെ പോലീസ് പിടിക്കില്ലേ മോളെ? വേണ്ട മാമ, കല്യാണി ആകെ പേടിച്ച് നിക്ക. ഒന്ന് വിടാൻ പറ, കേസൊന്നും എടുക്കണ്ടെന്ന് പറ. ശരി, ആ പോലീസുകാരന്റെ ഫോൺ കൊടുക്ക്. കൊണ്ടുപോലെ സാറേ, സുഖമില്ലാത്ത മനുഷ്യനാ. അയ്യോ എന്റെ ദൈവം, ഒന്ന് പറയടി. ഫോൺ ബാലമാഷ. ഹലോ, ആ മനുവാണോ? ആ അതെ മാഷേ. തൽക്കാലം ഇപ്പോ കേസൊന്നും ചാർജ് ചെയ്യണ്ട. എസ് ഐ ഞാൻ വിളിച്ച് സംസാരിച്ചോളാം. ആ ശരി മാഷേ. സാറ് പറഞ്ഞതിന്റെ പേര് മാത്രം ഇറക്കി വിടാ. ഇങ്ങോട്ട് ഇറങ്ങടാ. ആരാ പറഞ്ഞു? ഇങ്ങോട്ട് ഇറങ്ങടാ. ഇങ്ങോട്ട് ഇറങ്ങടാ. സാറാ? ഓ എടാ, സ്വന്തം വീട്ടിൽ കേൾക്കാൻ നിനക്ക് നാണമില്ലേ? ഈ പെങ്കച്ചുള്ള കൊണ്ട് നീ രക്ഷപ്പെട്ടു. എന്റെ കാശങ്കാരം തന്നില്ലെങ്കിൽ ശാന്തപ്പ കളി ഞാൻ പഠിപ്പിക്കും. നീ വാടി. പിന്നെ അവന്റെ കാശ് നീ വാ. ഗോവിന്ദ, ആ കൃഷി ഓഫീസിലെ തോമാച്ചനെന്ന് വിളിക്കണം. അതെന്തിനാ? നമ്മുടെ പുഞ്ചക്കരിയിലെ ഞാറിന് ഇത്രയും മഞ്ഞളിപ്പുണ്ട്. ഞാൻ ചെല്ലുമ്പോഴേ ചെറിയ മഞ്ഞളിപ്പുണ്ടായിരുന്നു. രണ്ടാം വളം ചെയ്യുമ്പോൾ അതങ്ങ് മാറിക്കോളും. എന്തായാലും തോമാച്ചനോടൊന്ന് പറഞ്ഞേക്ക്, സൗകര്യം പോലെ ഒന്ന് വന്ന് നോക്കാൻ. മാഷേ. ആ സതീശ, നമുക്ക് വല്ലതും ഉണ്ടോ? ആ ഉണ്ട്. PSC PSC ന്നോ? നമുക്ക് ഗുണമുള്ള കേസ് വല്ലതും ആണോ സതീശ? ആ അതെ, ആയിരിക്കണമല്ലോ. ശരി മാഷേ. ആ ആകാശിന്റെ പേരിലാണല്ലോ. PSC ന്നാ? എന്നാ പൊട്ടിച്ചു നോക്ക്. ഇത് അപ്പോയിന്റ്മെന്റ് ഓർഡർ ആണല്ലോ. PWD ന്ന്. PWD ന്നോ? അല്ല ഗോവിന്ദ, ടെസ്റ്റ് എഴുതാതെ എങ്ങനെ PWD ജോലി കിട്ടുന്നു? എഴുതി കാണും. ആകാശ് മോനല്ലേ ആള്. അപ്പോ വായ്പാടം വന്ന് പറഞ്ഞ സത്യമായിരുന്നു അല്ലേ? ഏമേ, ഒന്നിങ്ങ് വന്നേ. ആകാശുബാലൻ, ആകാശുബാലൻ, ആകാശുബാലൻ സിന്ദാബാദ്. ആകാശുബാലൻ, ആകാശുബാലൻ, ആകാശുബാലൻ സിന്ദാബാദ്. ആകാശുബാലൻ, അമരക്കരി പഞ്ചായത്ത് റോഡിന്റെ കുഴികളിലേക്ക് സ്വാഗതം. ആ രവി, പെട്ടിയെടുത്ത വണ്ടിയിലേക്ക് വെക്ക്. വാ കൊച്ചളിയ. സ്കൂട്ടറിലോ? ഇതാവുമ്പോ അളിയന് നടു ഉൾക്കാതെ പോവാം. വാ. ആകാശുബാലൻ, ആകാശുബാലൻ, ആകാശുബാലൻ സിന്ദാബാദ്. ആകാശ് ബാലൻ, ആകാശ് ബാലൻ സിന്ദാബാദ്. ഭയപ്പെടും. ആ പാവത്തിന് പറ്റിക്കാൻ കൊണ്ടുപോകണല്ലേ? ഇവിടെ രാവിലെ ജോലിയും കൂലിയും ഒന്നുമില്ലേ? എണീറ്റ് പോവാൻ നോക്കാം. അതെ, മതി മതി. പൈസയുടെ കാര്യം പൈസ ഓഫീസിൽ നിന്ന് വാങ്ങിച്ചോ. അപ്പോ റേഞ്ച് നോക്കി കാണാം വൈകിട്ട്. ആകാശ് മോൻ ആലപ്പുഴ ഇറങ്ങിയിട്ട് ബോട്ടിലായിരിക്കും വരുന്നല്ലേ? ടൗണിൽ നിന്ന് ബസ് കിട്ടുമല്ലോ, അവൻ അതായിരിക്കും ചൂസ് ചെയ്യുന്നത്. ബഹുമാന്യരെ നാട്ടുകാരെ, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ബാലൻ മാഷിന്റെ മകൻ ആകാശ് ബാലൻ എന്റെ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നിലിരുന്ന് കടന്നു വരുന്നു. അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. ഇറങ്ങളിയ.
മോൻ തന്ന സർപ്രൈസ് അച്ഛന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതൊരു സർപ്രൈസ് അല്ലല്ലോ അച്ഛാ, അതിന്റെ കടമയല്ലേ. ആകാശ് ബാലൻ, ആകാശ് ബാലൻ. മതി മതി, ഇത് പാർട്ടി ഓഫീസ് അല്ല. വേണ്ടെങ്കി വേണ്ട. ഇതങ്ങ് അകത്തേക്ക് വെച്ചോ. ഓ, ഏട്ടാ സുഖല്ലേ? കോലം കെട്ടുപോയല്ലോടാ. അവിടെ പട്ടിണി കിടക്കുമായിരുന്നു. ഹോസ്റ്റലല്ലേ അമ്മ, ഇവിടത്തെ മെനു അല്ലല്ലോ അവിടെ. ഓ ഒന്ന് പോ അമ്മ, ചേട്ട പഴയതിനേക്കാളും സ്മാർട്ടായി. പെൺപിള്ളേര് കണ്ടാലേ കൊത്തിക്കൊണ്ടു. ചേട്ടാ വല്ല ലൗട്ടറൊക്കെ സെറ്റായോ? ഹോസ്റ്റലിലൊക്കെ കള്ളും കഞ്ചാവുമാണെന്നാ കേട്ടിട്ടുള്ളത്. ആ അതിന്റെ പുറകെയൊക്കെ പോവാതിരുന്ന എല്ലാവർക്കും നല്ലത്. ടെസ്റ്റ് എഴുതിയ കാര്യം മോൻ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ അച്ഛന് ഇത്രയും സർപ്രൈസും സന്തോഷമൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഈ ടെസ്റ്റ് മാത്രമല്ല അച്ഛാ, അച്ഛന്റെ ഈ സന്തോഷം ഒന്ന് കാണാൻ വേണ്ടി ഞാൻ കണ്ണി കണ്ട ടെസ്റ്റ് മുഴുവനും എഴുതി. അച്ഛനോട് പറയാതെ ഒരു ഓൺലൈൻ കോച്ചിങ്ങിനും ചേർന്നു. ആ അത് നന്നായി. അതെന്തായാലും നന്നായി. ഒരു നാട് മുഴുവൻ നന്നാവാൻ പോവല്ലേ. കുണ്ടും കുഴിയുമില്ലാത്ത ആമക്കരി. സ്വപ്നങ്ങൾ പൂവണിയാൻ പോകുന്നു. സകലമാന കുഴികളും ആകാശളിയൻ ഒരു ലെവലാക്കി തരും. അയ്യോ മോനെ, അപ്പൊ PWD റോളറായിട്ടാണോ നിനക്ക് ജോലി? ആണെങ്കിലെന്താ, അതിനും വേണൊരു കഴിവ്. നീ കൊണ്ടു നടന്ന് വളർത്തിയവൻ ചൊവ്വുള്ളവനായിരുന്നെങ്കിൽ ഇവന്റെ മേലെ എഞ്ചിനീയർ ആയിട്ട് വന്നേനെ. വെറുതെ നിന്ന് അങ്ങ് പുച്ഛിച്ചോളും. എടേ, ഏത് ജോലിക്കും അതിൻ്റെതായ ഒരു അന്തസ്സുണ്ട്. ഇവിടെ ആയിരക്കണക്കിന് കുട്ടികളാ ടെസ്റ്റ് എഴുതുന്നു. അതിൽ വിരലിലെണ്ണാവുന്നവർക്ക് മാത്രം കിട്ടുന്നതാ സർക്കാർ ജോലി. അതിലൊരാളായി നമ്മുടെ മോൻ വന്നു എന്നോർത്ത് അഭിമാനിക്കല്ലേ വേണ്ടത്. ആരെയും ബുദ്ധിമുട്ടിക്കാതെ സ്വയം പഠിച്ചു വാങ്ങിയ ജോലിയാ. പലപ്പോഴായിട്ട് നീ കൊണ്ടുപോയി ചേർത്ത കോഴ്സുകൾ ഓരോന്നും പൂർത്തിയാക്കാതെ തോറ്റ് തൊപ്പിയിട്ട് നടക്കുന്നവനെ ചുവന്നുകൊണ്ടങ്ങ് നടന്നോ? ഇങ്ങനെ നടക്കുന്നവർക്കേ ഇതൊന്നും വലിയ കാര്യമായിരിക്കില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമായത്, അതിലേറെ സന്തോഷവും. സന്തോഷിച്ചോ? ആര് പറഞ്ഞു വേണ്ടാന്ന്? അച്ഛനും മോനും കൂടെ അങ്ങ് അറുമാദിക്ക്. പാടി ഇങ്ങോട്ട്.